ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ സതി വില്ലേജിലെ ഹോൾസായി കസാക്ക് വില്ലേജ് ഹോം സ്റ്റേയിലാണ്. ഈ വുഡൻ ഹൗസിലാണ് ഇന്നലെ ഞങ്ങൾ താമസിച്ചത്. ഇപ്പോൾ നല്ല തണുപ്പുണ്ട് പുറത്ത്. ഞങ്ങൾ ഒരു മോർണിംഗ് വാക്കിന് വേണ്ടി ഇറങ്ങിയതാണ്. എൻ്റെ ഒപ്പം അർജുനുണ്ട്. രാവിലെ ഫഹീം ഒറ്റയ്ക്ക് പോയി പട്ടി ഓടിച്ചിട്ട് എന്നൊക്കെ പറയുണ്ടായി. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഗൈസ് അവിടെ ഹോൾസ് ഫീഡ് എടുക്കുന്നുണ്ട്. പിന്നെ ആ സൈഡൊക്കെ അടിപൊളിയാണല്ലേ. ഗ്രൗണ്ട് അങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ. പക്ഷെ ഇവിടെയൊക്കെ ഫെൻസ് ഉണ്ട്. സോ അങ്ങോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഗായ്സ് നമ്മളിപ്പോൾ സതി വില്ലേജിലാണ്. ഈ സ്ഥലം ഇതൊരു വലിയ ഗ്രൗണ്ടാണ്. എനിക്ക് തോന്നുന്നു ഇവിടെയാണ് മറ്റേ അവർ കുതിരകളെയും അവരുടെ കാറ്ററീസിനെയൊക്കെ ഫുഡിന് വേണ്ടി മേയ്ക്കുന്ന സ്ഥലം ഇതാണ് ഗൈസ്. നല്ല രസമാണ്. ചുറ്റും വലിയ രണ്ട് വശങ്ങളിലായിട്ട് മലകളാണ്. നടുക്ക് ഇങ്ങനെ വലിയൊരു ഗ്രൗണ്ട്. പിന്നെ എനിക്ക് ആ ഓപ്പോസിറ്റ് ആ ഭാഗങ്ങളിലൊക്കെ ചെറിയ ഫോറസ്റ്റാണ്. അവിടെ എനിക്ക് ബോൾസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഞാൻ ഏതൊരു വീഡിയോയിൽ കണ്ടിരുന്നു. ഇങ്ങനെ അവിടെ നിന്ന് വന്ന് ഒരു കുതിരകളൊക്കെ പിടിച്ചിട്ട് പോകും. അപ്പോൾ ചിലപ്പോൾ ഇവിടെ ഉള്ളവർ നമ്മളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വരുന്ന വഴി ഒരാൾ നോക്കുന്നുണ്ട്. ചിലപ്പോൾ അയാൾ വന്ന് വിളിക്കുമായിരിക്കും. ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ കാറ്റിൽ ബ്രീഡിങ് ആണ്. കാറ്റിൽസിനെ റെയർ ചെയ്ത് അതാണ് ഇവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. പിന്നെ നല്ല തണുപ്പുണ്ട്. പിന്നെ ഇവിടെ ഫുള്ള് കുതിരയുടെ ചാണകമാണ്. അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഗൈസ് ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. പക്ഷേ ഇതിൽ നമ്മൾ ഇറങ്ങാൻ നിൽക്കരുത്. കാരണം ഇത് ചെല്ലുന്നത് ചാണാക്കുഴിയിലേക്കാണ്. അവിടെയൊക്കെ ചാണാക്കുഴിയാണ് ഗൈസ്. അപ്പോൾ ഇത് വരുന്നത് ഏതെങ്കിലും ഒരു ചാണാക്കുഴിയിൽ നിന്നായിരിക്കും. പക്ഷെ വെള്ളം ക്ലിയർ ആണ്. ബട്ട് വൈ? അപ്പോൾ ഞങ്ങൾ പോവാണ് ഗൈസ്. ഭയങ്കര തണുക്കുന്നു. അതുമല്ല അവർ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. സോ ഇത് ചാടിക്കിടക്കണം. ചാടിക്കടന്നു. ഞാൻ ചാടിക്കിടക്കട്ടെ ഗൈസ്. അർജുന ഞങ്ങൾ തിരിച്ച് ഹോം സ്റ്റേയിലേക്ക് പോവാണ്. ഹോം സ്റ്റേ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി വെച്ചിട്ടുണ്ട് ഇന്നലത്തെ പോലെ തന്നെ. പിന്നെ ഇന്നലെ രാത്രി ഞങ്ങളവിടെ ഒച്ചപ്പാടായിരുന്നില്ല. ഞങ്ങളുടെ രീതിയിൽ സന്തോഷിക്കുകയായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് രാത്രി ഇവിടെ വന്നേക്കണ ഗസ്റ്റുകളെല്ലാവരും ഒരു 8 മണിയാകുമ്പോഴേക്കും ഉറങ്ങും. നമ്മൾ 10 മണിയൊക്കെ കഴിഞ്ഞാലും ഉറങ്ങില്ലല്ലോ. അപ്പോൾ അവർ വന്ന് ഒച്ചപ്പാടൊക്കെ ഉണ്ടായി ഇന്നലെ രാത്രി. ഒച്ചപ്പാടുണ്ടായതിനു ശേഷം ഞങ്ങളെല്ലാവരും സമാധാനത്തോടെ കിടന്നുറങ്ങി. വേറെ പ്രശ്നമൊന്നും അതെ. ഫൈവർ ഇത്രയും പൊക്കോട്ട് ഇത്രയും പൊക്കമുള്ള പട്ടിയുടെ കൈ പട്ടിയുടെ പല്ല് കണ്ടോ? പട്ടിയുടെ പല്ല്, കൂർത്ത പല്ല് കടിച്ചു കഴിഞ്ഞാൽ എല്ലാം ഇറങ്ങിപ്പോയി. എന്തൊക്കെയായിരുന്നു. ഞാനിത് പുറകേല് വന്നറിഞ്ഞത് തന്നെ ഇത് തൊട്ട് അപ്പഴ എന്ത് മൈരാന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ പയ്യെ ഇതിന്റെ കൂടെ വേറെ ഗോൾഡൻ റിട്രീവർ പൈപ്പ് ഭയങ്കര കൂടെയൊക്കെയാണ്. അത് ആദ്യമേ പോയല്ലേ? അത് ആദ്യമേ അവിടേക്ക് അത് ഇതിനെ നക്കിക്കൊണ്ടിരിക്കണ്ടേ കുറെ. എന്നിട്ട് അതായത് അവിടേക്ക് ഇത് ഗപ്പിൾസാ. അതെ അതെ.
വേറെ 5 കൂടി ഉണ്ട്, പക്ഷെ അത് വേറെ ആളെ പിടിച്ചിട്ട്. ഇവിടെ ഉള്ളവരെ പട്ടിക്ക് ഭയങ്കര പേടി. പക്ഷെ സീനില്ല, ലൈക്ക് എല്ലാം ഹാംലെസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ ഈ മണ്ടനായോണ്ട് അവന് ഓടിയാ ഈ കുതിര. എടാ പക്ഷെ അങ്ങനെയല്ലടാ, പട്ടിയുടെ സൈസ് നമ്മുടെ നാട്ടിലെ നാടൻ പട്ടിയുടെ സൈസ്. എന്താ പറയണ, ഇതിന് നല്ല ഇവിടെ നല്ല തണുപ്പായോണ്ട് അതിന്റെ ആയത് പൂട വെച്ചിട്ടാ. അപ്പൊ അത് ഇത്തിരി ആരോഗ്യം തോന്നും. ഈ കുതിരേനൊക്കെ ഉണ്ടാവും. മാങ്ങാത്തോലി പട്ടി പറക്കേണ്ട കാശ് പോവാത്തെ. ഒരു സീനും ഇല്ല. പട്ടിക്ക് സൈഡ് കൊടുക്കണോ? സൈഡ് കൊടുക്കാണ്ടാണോ? സൈഡ് അത് കുഴപ്പമില്ല, അത് തൊട്ടിട്ടൊക്കെ പോവും. നക്കിയിടോ? നക്കില്ല, തൊട്ടിട്ട് പോവും. ഓ ഭാഗ്യം, നമ്മളെന്തായാലും വീടെത്തി. ഇന്നലെ നിശ്ചരാം ഗൈസ്. ഇവനാണെന്ന് തോന്നുന്നു, ഞാൻ കണ്ടില്ല. ഫഹീമിനെ തരും പറഞ്ഞത്. ഇവരാണ് ഗൈസ് നമ്മളായിട്ട് ഇന്നലെ രാത്രി പ്രശ്നം ഉണ്ടാക്കി. റഷ്യക്കാരനാണോ? അപ്പൊ ഇതിന്റെ മുതലാളിയാ. അപ്പ പുള്ളിയുടെ ഉറക്കം പോയി ഇന്നലത്തെ. മറ്റേ ചേച്ചി രാവിലെ ഫുഡ് കഴിക്കാൻ പറ്റില്ലേന്ന് ചോദിച്ചു. ഇനി ഫഹീമിന്റെ തലയൊട്ടിച്ചിട്ട് ഇവിടെ വെക്കും ഗൈസ് നാളെ. ഇന്ത്യൻ സാറിനോട്ടല്ലോ. തിരിച്ചു വരുമ്പോ മറ്റേ സെറ്റപ്പ് അല്ലേ, മറ്റേ ആടിന്റെ തല വെട്ടിയിട്ട് വെക്കില്ലേ, അതുപോലെ ഫൈവിന്റെ തല വെട്ടി വെച്ചിട്ട് നോ ഹലാൽസ്. അതൊരു സിനിമ ഉണ്ടല്ലോടാ, സ്കേറി മൂവി പോലത്തെ. അപ്പൊ ഞങ്ങള് സതി വില്ലേജിൽ നിന്ന് പോവാണ് കോൾസായിലേക്കിലോട്ട്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ കോൾസായിലേക്കാണ്. ഇപ്പം മോർണിംഗ് ഏകദേശം ഒരു 10:15 അല്ല 10 മണി 10 മണി ആയിട്ടുള്ളൂ. 10 മണിയായി. ഓക്കെ, നല്ല വെയിലൊക്കെ ഉള്ള ദിവസമാണ്, നല്ല ക്ലൈമറ്റ് ആണ്. അപ്പൊ ഇവിടെ നിന്ന് എത്ര മണിക്കൂർ ഡ്രൈവ് ഉണ്ട്? ഇവിടുന്ന് 15 കിലോമീറ്റർ ആണ് ഡ്രൈവ്. 17 മിനിറ്റ് ഏകദേശം. അപ്പൊ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഗൈസ്, നമ്മള് കോൾസായി ലേക്കിന്റെ അവിടെ എത്തി. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണം. ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് നമ്മള് കോൾസായി ലേക്കിലേക്ക് നടന്നത്. ഓക്കെ, മേടിക്കണം. കുറച്ച് നടക്കാനുണ്ട്. നമ്മളിപ്പോ പാർക്കിങ്ങിലാണുള്ളത്. നമ്മൾ സതി വില്ലേജിൽ നിന്ന് വരുമ്പോൾ അവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്. അവിടെ ഏകദേശം നമ്മളൊരു 3000 ടെങ്കെ ടോൾ കൊടുക്കണം. പിന്നെ അവിടെ നിന്നൊരു 20 മിനിറ്റ്സ് ഡ്രൈവ് ഉള്ളൂ ഇങ്ങോട്ട്.
ഗായ്സ്, അപ്പോൾ കോൾസായിലേക്ക് ഞങ്ങൾ നേരെ സതിയിൽ വന്ന് ഞങ്ങളുടെ ബാക്ക് പാക്സ് ഒക്കെ എടുത്ത് നേരെ ചാര്യൻ കാനിയനിലോട്ട് പോണേണ്. ഞങ്ങൾ പോകുന്ന റൂട്ടാണിത്. ഇത് എത്രയോ കിലോമീറ്റേഴ്സ്, 60 കിലോമീറ്റേഴ്സ് വെറുതെ ഓപ്പോസിറ്റ് 2 വശങ്ങളിലും വെറുതെ പ്ലെയിൻ ഗ്രൗണ്ട്സ് ആണ്. അവിടെ ഇങ്ങനെ പശുവും കാളയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മേഞ്ഞ് നടപ്പുണ്ട്. വണ്ടികളൊക്കെ നല്ല സ്പീഡിലാണ് പോകുന്നത്. എല്ലാം 100-ന് മേലേക്കാണ് പോകണമെന്ന് തോന്നുന്നു. ഈ വ്യൂ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഇവിടെ വന്ന് നിങ്ങൾ കാറ് റെന്റിന് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ സ്പീഡ് ക്യാംസ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ അത് അടിക്കില്ല, പക്ഷെ ഇവിടെ അത് അടിക്കും. അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് കൊടുക്കുന്ന ഫണ്ട് മൊത്തം അവർ ചിലപ്പോൾ അതിനു വേണ്ടി എടുക്കും. ഞങ്ങളിപ്പോൾ വന്ന വഴിക്കൊരു 3 പ്രാവശ്യം ഞങ്ങൾ സ്പീഡ് ലിമിറ്റ് വയലേറ്റ് ചെയ്തു എന്നാണ് തോന്നുന്നത്. അടിച്ചിട്ടുണ്ടാവണം 3 പ്രാവശ്യം. ഓരോ പ്രാവശ്യം അടിക്കുമ്പോഴും 2000-3000 രൂപ വെച്ച് പോവും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞങ്ങളിപ്പോൾ ബ്ലാക്ക് കാനിയൺസിന്റെ സൈഡിൽ കൂടെ പോകുന്നത്. അവിടെയൊക്കെ കാണാം. അതാണ് ബ്ലാക്ക് കാനിയൺസ്. തിരിച്ചു വരുമ്പോൾ ഇപ്പൊ നമുക്ക് ചാര്യൻ കാനിയണാണ് ആദ്യം കാണാൻ പോകുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ബ്ലാക്ക് കാനിയൺസ് കാണിച്ചുതരാം. ചാര്യൻ കാനിയനാണ് കാണാൻ കുറച്ചും കൂടി സൂപ്പർ. സോ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. എല്ലാം കൂടെ നമുക്ക് ഓടിക്കാതെ ഗൈസ്. അപ്പോൾ ചാര്യൻ കാനിയനിലോട്ട് പോകുന്നെങ്കിൽ നിങ്ങൾ 3000 10K-ക്കാണ് ടിക്കറ്റ്. ഒരു കാറിന് ടിക്കറ്റ് വരുന്നത്. ഇവിടുന്ന് ഏകദേശം 500 മീറ്റേഴ്സേ ഉള്ളൂ കാനിയനിലേക്ക്. സൈഡിൽ തന്നെ പാർക്ക് ചെയ്യാം നിങ്ങൾക്ക്. ആ പാർക്കിങ്ങിലിടാ, അതവിടെ ഇട്. ഇവിടെ അല്ലേ? ആ, ഗായ്സ്, ചാര്യൻ കാനിയനിലേക്ക് നമുക്ക് അതാണ് ട്യൂററ്റ്സ്, മറ്റേ നോമാഡ്സ് ഒക്കെ താമസിക്കുന്ന സ്ഥലം. സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് വഴിയാണ് കാനിയനിലോട്ട് നമ്മൾ ഇറങ്ങി പോകുന്നത്. ഗായ്സ്, അങ്ങേ അറ്റത്താണ് കാനിയോൺ. നമ്മൾ ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ആ അറ്റത്തേക്ക് പോകണം. ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അർജുനും 2 അർജുന്മാരും ഇറങ്ങി. നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. എടാ പയ്യെ പോവാ. ഭയങ്കര റിസ്കിയാണ് ഇറങ്ങുന്നത്. തെന്നി വീഴാൻ്റെ ഞാനിവിടെ വരുത്തി എത്തി ഗൈസ്. ഭയങ്കര ഷൂട്ട് ഇറങ്ങാൻ ഭയങ്കര പാടാണ് ഗൈസ്. ചെരുപ്പിട്ട് വരും. ഓ